എപ്പോഴാണ് മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്? ഒരു 15-20 മിനിറ്റ് മുമ്പാണ് അറിയുന്നത്. അവിടെ ബിനോയ് തോമസിനെ കൊണ്ടുപോയ ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ 2 പേര് കൺഫേംഡ് ആണ്. ബോഡി മോർച്ചറിയിൽ പോയി കണ്ട് കൺഫേംഡ് ആയിട്ട് ആ മെസ്സേജ് നമുക്ക് തന്നതാണ്. ഈ ബിനോയ് ഇവിടെ വർക്ക് ചെയ്തിട്ട് എത്ര ദിവസം മുമ്പ്? ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടുന്ന് പോയത്. ബുധനാഴ്ച വൈകിട്ട് പോയത്. വ്യാഴാഴ്ച അവിടെ ചെന്ന് ഹെഡ് ഓഫീസിൽ ചെന്ന് ആള് ജോലി വെള്ളിയാഴ്ച തൊട്ട് ജോലിക്ക് കയറി. ആ മരണസമയം വരെയുള്ള ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. മരണസമയത്തിനും 2.5 മണിക്കൂർ മുമ്പ് വൈഫിനോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇതിനു മുൻപ് ഇവിടെ എവിടെ വർക്ക് ചെയ്തിരുന്നു? ആശ പാവട്ടിയിൽ വെച്ചിട്ട്, സ്വകാര്യ സ്ഥാപനം ആശ ഫുഡ്വെയറിൽ പുള്ളി സെയിൽസ്മാൻ ആയിരുന്നു. ഇപ്പൊ അവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? അവിടെ സ്ഥാപനത്തിന്റെ പേര് കൃത്യമായിട്ട് എന്ത് ചെയ്തു? എനിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ വൈഫ്, 2 മക്കള്. ഇതിനു മുൻപ് ഈ സ്വകാര്യ ഇവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ഇവിടുത്തുകാരൻ തന്നെയാണ്? ശരി, പാലയൂർ. പുള്ളി കാക്കശ്ശേരിയിലാണ് താമസിച്ചിരുന്നത്. സ്വന്തം നാട് തിരുവല്ലയാണ്. ഇവിടെ വന്നിട്ട് എത്ര? എനിക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അധികം കാലമായിരുന്നു. അതിലൂടെ തൊട്ടടുത്ത് വാടക വീട്ടിലായിരുന്നു. ഈ ഫെബ്രുവരിക്ക് ശേഷമാണ് ഇവിടെ ഈ വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. താങ്കളുടെ പേര്? എൻ്റെ പേര് പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കല്. ഇവരായിട്ടുള്ള ബന്ധം? ഞങ്ങൾ ചർച്ചിലെ മെമ്പറാണ്. സ്ഥിരമായിട്ട് 1 വർഷങ്ങളായിട്ട് എന്ത് ചെയ്തിപ്പോൾ മാസങ്ങളായിട്ട് നമ്മുടെ ചർച്ചിലാണ് കൂടി വരുന്നത്. ആരെ വിളിച്ചത്? കൊണ്ടുപോയ സുഹൃത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ 2 പേര്, ബെന്നും അതുപോലെ മഞ്ജു എന്ന് പറഞ്ഞ 2 പേരാണ് നമ്മളെ കൺഫേംഡ് ആണെന്ന് അറിയിച്ചത്. മോർച്ചറിയിൽ പോയിട്ട് ഡെഡ് ബോഡി കണ്ടു. ഞങ്ങൾ ഫോട്ടോസും ആധാറും പിന്നെ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ എന്ത് ചെയ്തത്, നമ്മൾ കൺഫേംഡ് ആണെന്ന് അറിയിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടുത്തുകാരല്ല, നിങ്ങൾക്ക് ഇതിന് മുൻപ് അറിയോ ബിനോയിനെ? ബിനോയ് ഇവിടെ അടുത്ത് വന്ന് താമസിച്ച ഒരാളാണ്. ഇവിടെ തൊട്ടടുത്തൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വാടക വീട്ടിൽ നിന്നും ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ ടെമ്പററി സ്ട്രക്ചറാണിത്. അതിപ്പോൾ മുനിസിപ്പാലിറ്റി നമ്പറൊക്കെ അടുത്ത് കിട്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആള് ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ളൊരു വീട് സ്ഥിരമായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടുത്താണ് പാലൂർ വന്നത്. പാലൂർ ഒരു ബന്ധുക്കളുണ്ട്. ഭാര്യയുടെ അനിയത്തിയാണ് ഇവിടെ താമസിക്കുന്ന ജലജ എന്ന് പറയുന്ന ദാസൻ്റെ വൈഫ്. അവരുടെ ഭാര്യയുടെ അനിയത്തിയാണ്. അങ്ങനെയാണ് നാട്ടിൽ അവരെ കുടുംബക്കാരുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. സ്ഥലത്തിനും കുറച്ച് വില കുറവുണ്ട്. അങ്ങനെയാണ് ഇവിടെ സ്ഥലം എടുത്തത്. അതുവരെ ഇവിടെ വാടക താമസിച്ചിരുന്നു. ഇപ്പോൾ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥിരമായൊരു വീടാണ് ആളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു. കാരണം എല്ലാവരായിട്ട് നല്ല നിലക്ക് നാട്ടുകാരായിട്ടും നമ്മളെ അയൽവാസികളായിട്ടും ഏറ്റവും നന്നായിട്ട് ഇടപെടുന്ന ഒരാളായിരുന്നു. തൊഴിലെടുക്കുക എന്നുള്ള 2 മക്കളാണ് ആൾക്കുള്ളത്, 2 ആൺകുട്ടികൾ. മൂത്ത മകൻ BCom പഠിക്കണം, സെക്കൻഡ് ഇയർ BCom പഠിക്കണം. അതിൻ്റെ താഴെ കുട്ടി സ്കൂളിൽ പഠിക്കണം. 2 ആൺകുട്ടികളാണ്. പിന്നെ വൈഫാണ് ഉള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ ഫാമിലിയാണ്.